കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടെങ്കിൽ എലനോ സ്പാർട്ട എന്ന് പറയുന്ന ധന്യക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. കണക്ക് മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞ് പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞൊരു കാര്യം കണക്ക് രാത്രിയിൽ പോലീസ് വരുന്ന സമയത്ത് ഈ ഒരു ധന്യ ഉണ്ടെങ്കിൽ വണ്ടി ഓടിച്ച് കൊണ്ടുവന്നിട്ട് റോഡിൻ്റെ നടുക്ക് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് പോലീസ് ചെന്ന് ആരാണെന്ന് അറിയാൻ നോക്കിയപ്പോഴത്തേന് പെട്ടെന്ന് കാർ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിറകെ പോലീസ് നിന്ന് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുകയും ഫൈനും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വെളിയിൽ വന്ന ന്യൂസാണ് ഇത് കണക്ക് ധന്യ കുടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അതിനുശേഷം ഈ ഒരു ധന്യ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണക്ക് സംഭവിച്ചത് സത്യം തന്നെയാണ് എന്നുള്ള രീതിയിൽ, ഇത് കണക്ക് ആവർത്തിക്കത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേയധികം ന്യൂസ് ചാനലുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. ഞാനുണ്ടെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇത്രയും എന്നെ വലിച്ചു കീറുന്ന കണക്ക് ശ്രമിച്ചത്. പക്ഷേ ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ധന്യ ആ ഒരു വീഡിയോയിൽ ഫുള്ള് കുറച്ചും കൂടി ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര പിന്നീട് ചർച്ചാ വിഷയമൊക്കെ ആയ ഒരു കാര്യം കൂടിയായിരുന്നു. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു കേസിൻ്റെ കാര്യത്തിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ധന്യ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ 3 മാസത്തേന് സസ്പെൻഡ് ചെയ്തേക്കുവാണ് എന്നാണ് ധന്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് ഭയങ്കര ഒരു ഡ്രാമാറ്റിക്കായിട്ട് അഭിനയിക്കുന്ന രീതിയിലൊക്കെയാണ് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ന്യൂസ് മീഡിയാസിനൊക്കെ വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇനി 3 മാസം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു കുറച്ച് വിഷമിക്കുന്ന കണക്കൊരു അഭിനയിച്ചുണ്ടെങ്കിൽ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അതിന് താഴെ വന്ന കുറേയധികം പേര് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒന്ന് അഭിനയിച്ച് കാണിക്കുന്നത്, നിങ്ങൾ ചെയ്ത തെറ്റല്ലേ, അതിനുള്ള ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു.